ഹലോ, പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു 2 ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ 2 ടയർ കേക്ക് സെറ്റ് ചെയ്യുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ബോക്സിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസിലേക്ക് നമ്മൾ ക്രം കോട്ടിങ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് 9 ഇഞ്ചിൻ്റെ ടിന്നിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ. കേക്ക് ഞാൻ തലേ ദിവസം ഒക്കെ സെറ്റ് ആയതിനു ശേഷം മിൽക്കി നട്ട്സ് ഫ്ലേവറിലാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി എടുത്ത് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബേസിൽ നിന്ന് നമ്മളത് ഈ ഒരു വൈറ്റ് ബേസിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വൈറ്റ് ബേസ് ഇത് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പതുക്കെ കേക്ക് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിടിച്ച് കൊടുത്തതിന് ശേഷം അടിയിലൂടെ പാലറ്റ് നൈഫ് വെച്ച് കൊടുത്തിട്ട് പതുക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ബേസിലേക്ക് വെച്ച് കൊടുക്കാം. മിൽക്കി നട്ട്സ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തതാണ് കേട്ടോ മുന്നേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, പിന്നെ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു ബേസിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എല്ലാ സൈഡും ഒരുപോലെ ആയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം കേട്ടോ, ഗ്യാപ്പൊക്കെ ഒരുപോലെ ആയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു നൈഫ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സൈഡിലുള്ള ഗ്യാപ്പൊക്കെ ഒരുപോലെ ആവുന്ന വിധത്തിൽ കേക്കിന് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്ത് നല്ലതായിട്ടൊന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കാം. അപ്പോൾ കേക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ നമ്മുടെ ബേക്കിങ്ങിൻ്റെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. തുടക്കം മുതലുള്ള എല്ലാ ക്ലാസ്സുകളും ഉണ്ട്, ഫുള്ളായിട്ട് കേക്ക് ഡെക്കറേഷൻ വരെയുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിൽ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് ഞാൻ കുറച്ച് സ്ഥലം ഒന്ന് അധികം നീറ്റാക്കി എടുത്തിട്ടില്ല, കാരണം മുകളിൽ നമ്മൾ ആ ഒരു ടയർ കേക്കിൻ്റെ വരുമല്ലോ, ടയറിൻ്റെ ആ ഒരു രണ്ടാമത്തെ ലെയർ കൂടെ വരുമല്ലോ. അപ്പോൾ അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ളെങ്കിലും കുഴപ്പമില്ല. സൈഡൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് നീറ്റാക്കി എടുക്കാം, സൈഡും പിന്നെ നമ്മൾ ആ കാണുന്ന ആ ഒരു ഭാഗം, കുറച്ച് ഭാഗമല്ലേ നമ്മൾ ടയർ കേക്കിൻ്റെ കാണുള്ളൂ, ആ ഒരു ഭാഗം കൂടി ഇതുപോലെ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കേക്കിന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായി കിട്ടണം. നന്നായിട്ട് സെറ്റായതിനു ശേഷം മാത്രമേ കേട്ടോ നമ്മളിത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ രണ്ടാമത്തെ ലെയർ. അപ്പോൾ മുകളിൽ വെച്ച് കൊടുക്കാനുള്ള കേക്ക് ഞാൻ 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അതും നമ്മൾ 3 ലെയറൊക്കെ ആക്കി എടുത്തിട്ട് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായിട്ടുള്ളതാണ്. ഇനി നമുക്ക് കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് ഫിനിഷിംഗ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊരു ചെറിയ ബോർഡിലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ക്രീമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഫിനിഷിംഗ് ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഞാനൊരു വലിയ ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കേക്ക് ഫിനിഷിംഗ് ആക്കിയെടുത്തതിന് ശേഷം പിന്നെ ആദ്യം ചെയ്ത കേക്ക് ചെയ്ത പോലെ തന്നെ ഓയിൽ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കേക്കിൻ്റെ സൈഡും മുകൾ ഭാഗമൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി ഈ കേക്കും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. നന്നായിട്ട് സെറ്റായതിനു ശേഷമാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. 2 ടയറും 3 ടയറും ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു പണി ഇതാണ് കേട്ടോ. ഈ ഒരു കേക്ക് ഇതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ കൊളായി പോവും. അപ്പോൾ പതുക്കെ എടുത്തിട്ട് വേണം, ഒരുപാട് പതുക്കെ നല്ല അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് എടുത്ത് വെക്കാൻ. ഒരു ഭാഗം പോയാൽ പിന്നെ പോയി, പിന്നെ നമ്മൾ അവിടെ എത്ര ഫിനിഷിങ് ആക്കി എടുത്താലും നമുക്ക് ആ ഒരു വൃത്തി കിട്ടില്ല കേക്കിന്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിച്ചിട്ട് പതുക്കെ എങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൈകാര്യം ചെയ്യാനാണ് ഏറ്റവും ടെൻഷനുള്ള ഒരു പണി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു 2 കേക്കും ജോയിൻ്റ് ആവുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊരു ബോർഡർ കൊടുക്കാം. ഇനി കേക്കിൻ്റെ ഈ ഒരു ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അത് ഒരു കേക്കിൻ്റെ കറക്റ്റ് അളവിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിലും വണ്ടിയിലൊക്കെ കേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ, അത് ഒട്ടും ഇളകി പോകുന്നില്ല ഇതുപോലെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കുന്ന ഭാഗത്ത് നമുക്ക് ഇനി ഫ്ലവർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് കാണില്ല ഇവിടെ.
പിന്നെ റോസാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ റോസ് പെറ്റൽസിൻ്റെ കുറച്ച് വലിയ നോസിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് റോസ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. 3 റോസാണ് വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട കേട്ടോ, ഓവർ ആവാതിരിക്കുകയാണ് നല്ലത്. എപ്പോഴും സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ ചെയ്യുന്നതാവും കൂടുതൽ ഭംഗി ഉണ്ടാവുക. പിന്നെ കൂടുതൽ ഈ ഒരു വൈറ്റ് കളറിലുള്ള കേക്കിലേക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലുള്ള കേക്കിലേക്ക് ഈ ഒരു കളർ നല്ലൊരു മാച്ചാണ്. അപ്പോൾ അത് ഒരു റോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത റോസ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വലിപ്പമൊക്കെ വേണമെങ്കിൽ കുറച്ചിട്ടോ കൂട്ടിയിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അതിനേക്കാളും കുറച്ചുകൂടി ചെറിയൊരു റോസാണ് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു റോസും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഓരോ ലീഫും കൂടെ കൊടുക്കാം. ഇനി നമ്മൾ കേക്കിൽ ബട്ടർഫ്ലൈ ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എഡിബിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ എഡിബിൾ അല്ലാത്ത ഒന്നും നമ്മൾ കേക്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ ആണെങ്കിലും നമുക്ക് എഡിബിൾ അല്ലാത്തത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ കേക്കിൽ എഡിബിൾ ആയിട്ടുള്ളത് ചെയ്യാനാവും ഏറ്റവും നല്ലത്. ഞാനങ്ങനെ കൂടുതലായിട്ട് പിന്നെ എഡിബിൾ അല്ലാത്തത് കേക്കിൽ വെച്ച് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവറിലേക്ക് പോകുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ബട്ടർഫ്ലൈസിനെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയുള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.